തദ്ദേശ സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്ഥിരപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയത് CITUവിന്റെ കത്ത് പരിഗണിച്ച് പാർട്ടി പ്രവർത്തകരാണെന്നും ദേശാഭിമാനി വരിക്കാരാണെന്നും കണക്കിലെടുത്ത് വേണം നിയമനം നടത്തേണ്ടതെന്നാണ് CITU ജനറൽ സെക്രട്ടറി എളമരം കരീം മന്ത്രി MP രാജേഷിന് അയച്ച കത്തിൽ പറയുന്നത്. ഭരണമാറ്റം വരുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് ജോലി നഷ്ടമാകുമെന്ന ആശങ്കയുള്ളതിനാൽ തസ്തികകൾ സൃഷ്ടിക്കണമെന്നും കത്തിൽ പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന 1000-ഓളം ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുടെ സ്ഥിരപ്പെടുത്തൽ സംബന്ധിച്ചാണ് സർക്കാർ റിപ്പോർട്ട് തേടിയത്. എന്നാൽ നിലവിൽ ജോലി ചെയ്യുന്നവർ CPIM CITU പ്രവർത്തകരാണോ എന്നും പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ വരിക്കാരാണോ എന്നുകൂടി കണക്കിലെടുത്ത് വേണം നിയമനം നൽകേണ്ടത് എന്നാണ് CITU തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന് നൽകിയ കത്തിൽ പറയുന്നത്. കേരള ഗ്രാമപഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി CITU ജനറൽ സെക്രട്ടറി എളമരം കരീമിന് അയച്ച കത്തിലാണ് ഈ പരാമർശങ്ങൾ. ഈ നിവേദനം കൂടി ചേർത്താണ് CITU സംസ്ഥാന നേതൃത്വം തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയത്. 872 പേരും CITU അംഗങ്ങളാണെന്നാണ് നിവേദനത്തിൽ പറയുന്നത്. മറ്റൊരു സംഘടനയ്ക്കും ഈ മേഖലയിൽ യൂണിയൻ ഇല്ല എന്ന പ്രത്യേകതയുമുണ്ട്. മുഴുവൻ അംഗങ്ങളും വർഷങ്ങളായി ദേശാഭിമാനി പത്രത്തിന്റെ വരിക്കാരാണ്. 186 പേരോളം CPM അംഗങ്ങളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ഭരണസമിതികൾ നിലവിൽ വരുമ്പോൾ രാഷ്ട്രീയ മാറ്റത്തിനനുസരിച്ച് പലരുടെയും ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകുമെന്ന വലിയ ആശങ്കയുണ്ട്. അതിനാൽ തസ്തികകൾ സൃഷ്ടിച്ച് 10 വർഷം പൂർത്തിയാക്കിയവരെ സ്ഥിരപ്പെടുത്തുകയാണ് ഇതിന് ശാശ്വത പരിഹാരമെന്നും കത്തിൽ പറയുന്നു. പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നാണ് വേതനം നൽകുന്നു എന്നതിനാൽ സർക്കാരിന് അധിക ബാധ്യതയില്ല എന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വകുപ്പ് മന്ത്രിക്ക് ലഭിച്ച നിവേദനം തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നടപടിക്കായി കൈമാറിയതോടെ അദ്ദേഹം ജില്ലാതല ഉദ്യോഗസ്ഥരായ ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർക്ക് ഇത് സംബന്ധിച്ച് കത്തെഴുതുകയായിരുന്നു. നിയമനം സംബന്ധിച്ച് ഇവരുടെ വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്തി റിപ്പോർട്ട് നൽകാനാണ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ കത്തിൽ ആവശ്യപ്പെടുന്നത്. ജനം, തിരുവനന്തപുരം.